ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഒരു ഇമേജ് നമുക്ക് ബേസിക്കായിട്ട് സ്കിൻ റീടച്ച് ചെയ്യാമെന്നാണ്. സോ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഇമേജ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ കൺട്രോൾ ജെ പ്രസ് ചെയ്തുകൊണ്ട് ആ ലെയറിൻ്റെ ഒരു കോപ്പി എടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ലെയറിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ലെയറിൻ്റെ നെയിം ഗേൾ എന്ന് മാറ്റുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ടൂൾസ് പാനലിലേക്ക് വന്നിട്ട് നമ്മളിവിടെ നമ്മുടെ റിമൂവ് ടൂൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. റിമൂവ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഇമേജിൽ ഈ സ്കിന്നിൽ ഈ ഫേസിൽ കാണുന്ന ഈ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ പിമ്പിൾസൊക്കെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഏരിയ റിമൂവ് ആയിട്ട് ആ പിമ്പിൾസൊക്കെ മാറി ജസ്റ്റ് ഒരു സ്മൂത്തായിട്ട് കിട്ടുന്നതായിരിക്കും. ആ ഒരു ഏരിയ റിമൂവ് ആയിട്ട് നമുക്ക് ആ ഏരിയ ഒന്ന് സ്മൂത്തായി കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു പ്രോസസ്സ് ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്, കാരണം കുറച്ച് ടൈം ടേക്കിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ റിമൂവ് ടൂൾ യൂസ് ചെയ്ത് ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. നിങ്ങളുടെ ഫോട്ടോഷോപ്പിൽ റിമൂവ് ടൂൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞൊരു ടൂൾ അവൈലബിൾ ആയിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്കിത് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ നമ്മുടെ റിമൂവ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റിമൂവ് ടൂൾ ഉപയോഗിച്ച് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പിമ്പിൾസൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കാം. ദിസ് ഈസ് ബിഫോർ, ദിസ് ഈസ് ആഫ്റ്റർ, ദിസ് ഈസ് ബിഫോർ, ദിസ് ഈസ് ആഫ്റ്റർ. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ ഗേൾ എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ജെ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്ത് അതൊരു കോപ്പി എടുക്കുന്നു. അതിനുശേഷം ഞാൻ ആ ലെയർ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് സ്കിൻ സോഫ്റ്റൻ എന്ന് റീനെയിം ചെയ്യുന്നു. റീനെയിം ചെയ്തതിന് ശേഷം ആ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഈ ലെയറിൻ്റെ ബ്ലെൻഡിങ് മോഡ് നോർമലിൽ നിന്ന് വിവിഡ് ലൈറ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, അതിനുശേഷം ആ ലെയർ സ്കിൻ സോഫ്റ്റ് എന്ന് പറഞ്ഞ ആ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വരുന്നു, അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ വരുന്നു, ഇൻവെർട്ട്. ഇത് ഇവിടെ ഇൻവെർട്ട് എന്നാണ്. ഞാൻ ഇൻവെർട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് ഇങ്ങനെ മാറുന്നതായിട്ട് കാണാം. ഓക്കെ, അതിനുശേഷം ഞാൻ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ വരുന്നു. ഇതിൽ അതേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് ഹൈ പാസ് ഉണ്ട്, അത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നമ്മൾ നോക്കണം. ഇമേജിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്കിൻ സ്മൂത്തായിട്ട് വരുന്നതായിട്ട് കാണാം. ഈ ഒരു റേഡിയസ് എന്ന് പറഞ്ഞ ഈ റേഡിയസിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ സ്മൂത്തായിട്ട് ഏതൊരു പോയിന്റിലാണ് നമ്മുടെ സ്കിൻ സ്മൂത്തായിട്ട് വരുന്നതെന്ന് നമ്മൾ നോക്കാം. സോ ആ ഒരു ഏരിയയിൽ നമ്മുടെ വാല്യൂവിൽ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ സ്മൂത്തായിട്ട് വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഫിൽറ്ററിലേക്ക് വരുന്നു. അതിൽ ഗോഷൻ ബ്ലർ കൊടുത്തതിന് ശേഷം നമ്മുടെ സ്കിൻ ഏത് ഒരു വാല്യൂവിലാണ് നമ്മുടെ സ്കിൻ സ്മൂത്തായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ആ ഒരു വാല്യൂവിൽ കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ സ്കിൻ സോഫ്റ്റ് എന്ന് പറഞ്ഞ ലെയർ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ മാസ്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കണ്ടു, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇവിടെ ഒരു മാസ്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ മാസ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം കൺവെർട്ട് ഐ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ മാസ്ക് ഇൻവെർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലത് സോഫ്റ്റ് റൗണ്ട് ബ്രഷാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മാസ്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബ്രഷ് ടൂൾ എടുത്തു. ബ്രഷ് ടൂൾ സോഫ്റ്റ് റൗണ്ട് ബ്രഷാക്കി. അതിനുശേഷം നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ബ്രഷിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് ഈ സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്കിന്ന് സോഫ്റ്റനായി മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കൺട്രോൾ ഷിഫ്റ്റ് ആൾട്ട് ഇ പ്രസ് ചെയ്യുന്നു. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെയ്ത അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഒരു ന്യൂ ലെയറിൽ മെർജായി കിട്ടിയിട്ടുണ്ട്. ഈ ലെയർ ഞാൻ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഷാർപ്പൻ എന്ന് റീനെയിം ചെയ്യുന്നു. അതിനുശേഷം ആ ലെയർ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുത്തതിന് ശേഷം ഫിൽറ്ററിൽ വരുന്നു, ക്യാമറ ഫിൽറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇമേജ് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ
ഞാൻ എഫക്ട്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് ഇതിൽ ടെക്സ്ചർ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്ലാരിറ്റി ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നു. അതിനുശേഷം വീണ്ടും ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ വന്നതിന് ശേഷം ഷാർപ്നെസ് ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോയ്സ് റിഡക്ഷൻ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. കളർ നോയ്സ് റിഡക്ഷൻ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മുടെ സ്കിന്ന് നമ്മൾ സോഫ്റ്റനാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ചെയ്ത ഈ ലെയർസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിലേക്ക് ആക്കുന്നുണ്ട്. അതിനുശേഷം അത് ജസ്റ്റ് സ്കിൻ റീടച്ച് എന്ന് റീനെയിം ചെയ്യുന്നു. സോ ദിസ് ഈസ് ബിഫോർ, ദിസ് ഈസ് ആഫ്റ്റർ. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഫോട്ടോഷോപ്പിൽ സ്കിന്ന് റീടച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തടുത്ത ഏതൊക്കെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാമെന്ന് കമൻറ്റ് ചെയ്യുക.